ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു ഷോട്ട് എന്ന് പറഞ്ഞാൽ അത് വിരാട് കോഹ്ലിൻ്റെ മുഹമ്മദ് റൌഫിനെതിരെ അടിച്ച ഒരു ലോകത്തിൻ്റെ ഏറ്റവും മികച്ച സിക്സുകളൊന്നായ ഒരു ലോങ് ഓൺ സിക്സ്. അത് എങ്ങനെയാണ് അദ്ദേഹം അടിച്ചത്, അദ്ദേഹത്തിൻ്റെ പിറകിലൊന്ന് പോയി കുറേ. അപ്പോൾ കിട്ടിയ ചെറിയ അറിവ് പങ്കുവെക്കുക. അതിനൊരു കാരണം പറ്റിയെന്ന് പറഞ്ഞാൽ അതൊരു സ്ലോ ട്രാക്ക് ആയിരുന്നു, നല്ല സ്ലോ ട്രാക്ക് ആയിരുന്നു, ഒരു ഹാർഡ് ബോളിംഗ് പിച്ചായിരുന്നു. അവിടെ 19ാമത്തെ റൌഫിനെ ഉപയോഗിച്ച് തന്നെ അവർ ഏറ്റവും മികച്ച ഐഡിയ ആയിരുന്നു. കാരണം റൌഫ് ഫേസ് ഓപ്ഷനിൽ വരികയും ബോൾ എറിയുന്നത് സ്ലോ ഓപ്ഷനിലുമാണ്. ബാക്ക് ഓപ്ഷനിൽ അവർ സ്ലോ എറിയുന്നത് വിരാട് കോഹ്ലി മാത്രമല്ല ഹാർദിക് പാണ്ഡ്യയൊന്നും തൊടാൻ പറ്റില്ല. കാരണം അവന് ഹിറ്റ് അവിടെ ആ സമയത്ത് അവനൊന്നും പറ്റില്ല. അത് തിരിച്ചറിഞ്ഞ കോഹ്ലി ഓപ്പോസിറ്റിൻ്റെ എൻഡിൽ നിന്ന് അദ്ദേഹം ആ ബോൾ റീഡ് ചെയ്യും, 4ാമത്തെ ബോൾ അതിന് മറുപടി കൊടുക്കുകയും ചെയ്യും. അതെങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനാണ് ഏറ്റവും വലിയ അതിശയം. അതിന് കാരണം സംഭവിച്ചത് റൌഫിൻ്റെ ഹൈ ലെങ്ത് ആയിരുന്നു. കുറച്ച് സ്ലോ തന്നെ ഹൈ ലെങ്ത് എറിഞ്ഞാണ് കോഹ്ലിക്ക് അങ്ങനെ കാര്യം ചെയ്യേണ്ടി വന്നത്. ഗതികേട് കൊണ്ടാണ് കോഹ്ലി ആ ഷോട്ട് അടിച്ചത്. കാരണം ആ ബോള് റൌഫറിന് ആ ബോൾ അടിക്കാൻ പറ്റണമെങ്കിൽ നമുക്കിപ്പോൾ സ്ട്രൈറ്റിൽ അടിക്കാൻ പറ്റില്ല ഒരിക്കലും. ആ ബോൾ വരുന്ന സ്ട്രൈറ്റ് അടിക്കാൻ നോക്കിയാൽ ബോൾ മിഡിലാവില്ല. സെക്കൻഡ് ടൈമിൽ ബോൾ കറക്റ്റ് വിടാവും. ഇനിയില്ല സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ ട്രൈ ചെയ്യുക, വൈഡ് ലെങ്ത് കണ്ടെത്തുക എന്നില്ല. വൈഡ് ലെങ്ത് കണ്ടെത്തുമ്പോൾ കോമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ വൈഡ് ലെങ്ത് കണ്ടെത്തുകയാണെങ്കിൽ ആ ബോൾ കണക്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഹൈ ആവണ്ടേ. നമ്മൾ ഇങ്ങനെ അടിക്കാൻ നോക്കുമ്പോൾ സെക്കൻഡ് ടൈമിൽ ബോൾ വീണ്ടും ഇവിടെ തന്നെ കിട്ടും. ഇനിയില്ല ഏക ഓപ്ഷനാണ് തേർഡ് ഓപ്ഷൻ. ആ ഓപ്ഷൻ ലോകത്ത് ആരും ട്രൈ ചെയ്തില്ല ഇതുവരെ. പക്ഷേ അത് ചെയ്യേണ്ടി വന്ന ഗതികേട് കൊണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ പറ്റി ചെയ്യേണ്ടി വന്നു. അവിടാണ് ആ ഷോട്ട് എങ്ങനെ വന്നു എന്ന് പറയുന്നത്. സെയിം അദ്ദേഹം മിനിസ്റ്റം ബാറ്റ് ചെയ്തു. പക്ഷേ ബോൾ വരുന്നതിൻ്റെ അവസാനത്തെ കൈ അവ മനസ്സിലാക്കുകയും അതിനുശേഷം ആ ഷോട്ട് എടുക്കുന്നത് ബാക്ക് സാധാരണ ബാറ്റ് എടുക്കുന്നതിനെക്കാട്ടി ബാക്ക് ഹൈയിൽ ബാക്ക് വെച്ചു. എന്നിട്ട് ഇങ്ങോട്ടൊക്കെ മാറുന്ന സമയത്തോ ആ സ്ലോ ഓപ്ഷൻ ഇത്ര ഹൈയിൽ വരുന്ന ബാറ്റ് കൊണ്ട് 2 ഫുട്ട് വർക്കും നിലത്ത് നിർത്തിക്കൊണ്ട് കറക്റ്റ് ഈ ബാറ്റ് ഹൈന്ന് ഈ ഹൈ എടുത്തു. അപ്പോൾ ഇത്ര ഹൈന്ന് ബോൾ ബാറ്റ് വരുന്നതുകൊണ്ട് തന്നെ സ്ലോ സെക്കൻഡ് ടൈം ബോളിനെ മറികടന്നു. ഈ ബാറ്റും മിഡിൽ ചെയ്യാൻ പറ്റി. ഹൈന്ന് ബാറ്റ് വന്നുകൊണ്ട് ആ മിഡിൽ ചെയ്യുന്നത് ഈ വരുന്ന വഴി മിഡിൽ ചെയ്യുമ്പോൾ ഇവിടുന്ന് കിട്ടുന്ന മിഡിൽ ഇങ്ങനെ പോവുകയെ സ്റ്റെപ്പിന് കൺട്രോൾ കിട്ടില്ല. അപ്പോൾ അദ്ദേഹം അത് ആ കൺട്രോളിന് വേണ്ടി അദ്ദേഹം ബാക്കൗട്ട് ഇറക്കുകയും ചെയ്തു.